ഹലോ. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു വ്ളോഗാണിത്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഞാൻ റെഡിയായിട്ട് റൂമിൻ്റെ പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യുകയാണ് എയർപോർട്ടിൽ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. സമയം 5:30 ആവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അവിടെ ഒരു 7 മണി 8 മണി ആവുന്നൊക്കെ ഒരു ഫീലാണ് അവിടെ. 5:30 ആകുമ്പോഴേക്കും നല്ല വെളിച്ചമായിരിക്കും. പിന്നെ കുറച്ച് കടകളൊക്കെ തുറന്നിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ നിന്നപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് റൂമിൻ്റെ തൊട്ട് പുറത്ത് തന്നെ ഒരു ചായയൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോഴേക്ക് ഞങ്ങൾ ടാക്സി വന്നു കേട്ടോ. ചായ ഫുള്ളും കുടിച്ചിരുന്നതിന് മുന്നേ തന്നെ ടാക്സി വന്നതുകൊണ്ട് ഞങ്ങൾ ചായക്കപ്പുമായിട്ടാണ് കേട്ടോ ഉള്ളിൽ കയറിയത്. അപ്പം അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാറിൽ നിന്ന് ലഗേജൊക്കെ പുറത്തേക്ക് ഇറക്കി. എവിടെ ചെന്നാലും ഫോട്ടോ എടുപ്പ് പതിവുള്ളത് കൊണ്ട് അവിടെ ചെന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളിങ്ങോട്ടൊക്കെ വരുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എല്ലാ സ്ഥലത്ത് നിന്നിട്ട് ഓരോ ഫോട്ടോ എടുപ്പ് പതിവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണേ. ഋത്വിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അവൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നത്. ഋഷിയാണെങ്കിൽ ചെറുതായിരിക്കുമ്പോൾ കയറിയത്. അവൾക്ക് ഓർമ്മ ഒന്നുമില്ല, എന്നാലും ഒരു വട്ടെങ്കിലും കയറിയിട്ടുണ്ടെന്ന് പറയാം. ഇവിടെ അവിടുത്തെ ആനിവേഴ്സറി സെലിബ്രേഷനോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ബലൂൺസൊക്കെ കിട്ടി അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ചേച്ചി ഒന്നാണത് കണ്ടിട്ട് ഋത്വിയും ഒന്നിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റത്തെ ഫ്ലൈറ്റ് നേരിട്ട് കണ്ടതിനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഋത്വി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെയുള്ള ഷോപ്പിലൊക്കെ ഒന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഏകദേശം അവിടെയുള്ള എല്ലാ ഷോപ്പിലും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ മസാല കിച്ചണിലോട്ട് കയറി കേട്ടോ. പക്ഷെ അവിടെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഫുഡ് കിട്ടാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ഫ്രഷ് ജ്യൂസും സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറാനായിട്ട് പോവുകയാണ്. ഇവർ രണ്ടാളും നല്ല എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ.
ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ധനമായി പനിനീർ മലരായി നിറയൂ നീർമണിയായി വന്നുതിരും അനുരാഗക്കുളിരേ ഈരാവിനൊരാലിംഗനമേകും ആകാശം ചൊരിയും നിറതാരങ്ങളുമായി ഓരോ വെൺമേഘങ്ങൾ പോലെ നീ ഓർമ്മപ്പുഴ നീന്തി മാറിൽ കുളിർന്നീ മൗനം പാടി ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ധനമായി പനിനീർ മലരായി നിറയൂ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്യാപ്പച്ചീനോ, പിന്നെ ഒരു ചിക്കൻ റൈസ്, പിന്നെ കുറച്ച് നട്ട്സ്, സാൾട്ടഡ് നട്ട്സ്, റോസ്റ്റഡ് അങ്ങനത്തെ നട്ട്സുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതിവരുവോളം സഖി ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതിവരുവോളം സഖി അങ്ങനെ നമ്മളുടെ ചെന്നൈ എത്തിയിട്ടുണ്ട് കേട്ടോ. ചെന്നൈയിലേക്ക് ലാൻഡ് ചെയ്തു. ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റത്തെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഒന്ന് അവൻ്റെ എക്സ്പ്രഷൻസും എല്ലാം കൂടെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.